ചുട്ടുപൊള്ളുന്ന വെയിലിൽ തളരാതെ താളവും കലയും 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ച് നടന്ന ഇലഞ്ഞിത്തറ മേളത്തിൽ താളം പിടിക്കുന്ന മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനും ചിത്രകലാ അധ്യാപകനും കലാപൂരത്തിന്റെ കൗതുകകരമായ ചില കാഴ്ചകളിലേക്കാണ്. കലയുടെ പൂരത്തിന് കൊടിയേറി ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കേറി 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ കണ്ട 2 രസകരമായ കാഴ്ചയിലേക്കാണ് ഇനി പ്രേക്ഷകരെ മാതൃഭൂമി ന്യൂസ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കണ്ടതാണ് സൈമൺ ചേട്ടൻ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ആയിട്ട് വെറും 3 വർഷമേ ആയിട്ടുള്ളൂ. തൃശ്ശൂർക്കാരോട് ആരോട് ചോദിച്ചാലും ആരാണ് സൈമൺ ചേട്ടൻ എന്ന കാര്യം അവർ കൃത്യമായിട്ട് പറയും. കാരണം തൃശ്ശൂർ പൂരത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ചെണ്ടമേളം അവിടെ നടക്കുമ്പോൾ സൈമൺ ചേട്ടൻ അവിടെ ഉണ്ടാകും. ചെണ്ടമേളത്തിന് ആദ്യം തൊട്ട് അത് അവസാനിക്കുന്നതിന് വരെ താളം പിടിക്കും. ഏത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും സൈമൺ ചേട്ടൻ യാതൊരു പ്രശ്നമല്ല. പക്ഷെ എങ്കിലും സൈമൺ ചേട്ടന്റെ എനർജി എവിടെ നിന്ന് വന്നു എന്ന സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. കാണുന്ന ഓരോ കാഴ്ചകളും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പകർത്തുന്ന ഗോപി മാഷിന്റെ അടുത്തേക്കാണ് അടുത്തതായി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നത്. ഗോപി മാഷിന്റെ കയ്യിൽ ഒരു വലിയ ബുക്കുണ്ട്. ഈ ഓരോ താളുകളിലും അദ്ദേഹം ഓരോ മിനിറ്റും കണ്ട കാഴ്ചകളാണ് ഞൊടിയിട കൊണ്ട് വരച്ചു തീർക്കുന്നത്. അല്ലേ മാഷേ? അതെ അതെ, ഞാനത് ഏകദേശം 87 മുതൽ തുടങ്ങിയതാണ്. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവിടെ നേരം പോക്കിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ അത് ഒരു സ്കെച്ചിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഓരോ ജില്ലയിൽ പോകുമ്പോൾ അവിടെ പോയിട്ട് ഒരു 4 ദിവസം ഒരു പുസ്തകം വാങ്ങിച്ചാൽ പുസ്തകം നിറയ്ക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. ഈ പരിപാടി കാണാൻ വന്നിരിക്കുന്ന ആളുകളുടെ ഭാവങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ്. ചിലർ ക്ഷീണിച്ചിരിക്കുക, ചിലർ വായ തുറന്നിരിക്കുക, ചിലർ ഉറങ്ങുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ ഒരു രസം. ഇപ്പോൾ ഈ പുസ്തകം ഇത് ഇന്ന് 4ാമത്തെ 5ാമത്തെ ദിവസം നിറയും. ഞാൻ ചായ വരുത്തല്ല, നിൽക്കുന്ന പോസ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വരയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ വീട്ടിൽ പോയിട്ട് അതിന് വേണമെങ്കിൽ പെയിൻറ് ചെയ്യും, അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനൊന്നുകൂടി മോഡിഫിക്കേഷൻ നടത്തും. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജെൻസി പൂരം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും വൈബടിക്കാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല എന്നതാണ് ഈ കാഴ്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം സ്നേഹാമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.